സിപിഎമ്മും ബിജെപിയുമായി ഒരിക്കലും ഐക്യപ്പെടില്ല, ഒരു അന്തർധാരയും ഉണ്ടാകില്ല എന്ന് സിദ്ധാന്തപരമായി മനസ്സിലാക്കി വെച്ചിട്ടുള്ള നമുക്കിടയിൽ ചില സംശയങ്ങൾ ഉണ്ടായി. എന്താണ് കാരണം? 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നു. അതിനുശേഷം നാളിതുവരെ മോദി എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് കോൺഗ്രസ് ആദ്യം തന്നെ ഉന്നയിച്ചത്. മാത്രവുമല്ല, ആ സർക്കാരിനെതിരെ എന്തൊക്കെ കേസുകളുണ്ടായി? സ്വർണ്ണക്കടത്ത് കേസുണ്ടായില്ലേ? ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് 2 കേസുകളുണ്ടായില്ലേ? മാസപ്പടി കേസുണ്ടായി. ഒടുവിൽ നമ്മൾ അറിഞ്ഞത് ഇഡി മകന് സമൻസ് അയച്ചു എന്നൊക്കെയാണ്. പക്ഷേ ഈ അന്വേഷണമൊക്കെ നടത്തിയത് CBI ആയിരുന്നു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയിരുന്നു. ഈ അന്വേഷണമൊക്കെ എവിടെ പോയി? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി വരെ അറസ്റ്റിലായി ജയിലിൽ കിടന്ന സംഭവമാണ് ഈ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത്. മാത്രവുമല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തും തൃശൂരും എത്തി ഈ സംസ്ഥാനത്തെ സർക്കാർ സ്വർണ്ണക്കടത്ത് നടത്തുന്ന സർക്കാരാണെന്ന് വരെ പ്രസംഗിച്ചു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. SFIയുടെ കേസ് എന്തായി? ഏറ്റവും ഒടുവിൽ ഇഡിയുടെ സമൻസ് എന്തായി? ഒരു തട്ടുകേടും CPMന്റെ നേതൃത്വത്തിൽ സംഭവിച്ചിട്ടില്ല. CPM ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് പല കേസുകളിലും പെട്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസല്ലേ തൃശൂരിലെ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കേസ്? സംസ്ഥാനത്തെ സർക്കാർ തന്നെ കണ്ടെത്തിയത് അവിടെ 125 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ജപ്തി നോട്ടീസ് കിട്ടിയ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തു. ഈ പറയുന്ന ബാങ്കിൽ നിന്ന് പണം സമയത്തിന് കിട്ടാത്തതിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട ഒരു വയോധിക മരിച്ചു. അങ്ങനെ മലയാളികൾ കണ്ണീരടിഞ്ഞ പല സംഭവങ്ങളും കരുവന്നൂരുമായി ബന്ധപ്പെട്ട് നടന്നു. ആ കേസ് സംബന്ധിച്ച അന്വേഷണം എന്തായി? അവിടെ വ്യാജ ലോണുകളൊക്കെ കൊടുത്തത് പഴയ മന്ത്രി മൊയ്തീനാണ് എന്നൊക്കെയാണല്ലോ ഇഡി കണ്ടെത്തിയത്. ഒരു അറസ്റ്റും നടന്നിട്ടില്ലല്ലോ, ഒരു നടപടിയും ഉണ്ടായിട്ടില്ലല്ലോ. അതുപോലെ തന്നെയാണല്ലോ കൊടകരയിലെ കുഴൽപ്പണ കേസ്. എന്തായിരുന്നു ആ കുഴൽപ്പണ കേസ് എന്ന് പറയുന്നത്? 2021 കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJP സ്ഥാനാർത്ഥികൾക്ക് വിതരണം ചെയ്യാനായി കോടിക്കണക്കിന് രൂപയാണ് കൊണ്ടുവന്നത്. അത് ചില ക്രിമിനലുകൾ പിടിച്ചെടുത്തു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് കുഴൽപ്പണം കേരളത്തിലേക്ക് കടത്തിയെന്ന് കണ്ടെത്തുന്നത്. അന്ന് K. സുരേന്ദ്രൻ എന്ന് പറയുന്ന സംസ്ഥാന പ്രസിഡന്റ് അടക്കം 19 പേരെയാണ് ഈ സംസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ആ കേസ് എന്തായി? ആ കേസും തേഞ്ഞുമാഞ്ഞു പോയ അവസ്ഥയിലാണ്. എന്ന് മാത്രമല്ല, CPI വലിയൊരു വിമർശനം ഉന്നയിച്ചല്ലോ. 24 തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭയിൽ സുരേഷ് ഗോപി വിജയിച്ചു വന്നതിന്റെ കാരണമായിട്ട് CPI പറയുന്നത് എന്താ? അവിടെ പൂരം കലക്കിയ സംഭവമാണെന്നാണ്. ആ പൂരം കലക്കിയതിന് നേതൃത്വം കൊടുത്ത ആളായിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്നത് അന്ന് ക്രമസമാധാന ചുമതല വഹിച്ചിരുന്ന ADGP അജിത് കുമാറാണ്. ആ ADGP അജിത് കുമാറും RSSന്റെ നേതാവായ ദത്താത്രേയ ഒസബോളിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ട് അക്കാര്യത്തിലൊരു നടപടിയെടുക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ എപ്പോഴും ഈ പറയുന്ന ഈ CPIയും CPMും അതുപോലെ തന്നെ BJPയും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്ന് കോൺഗ്രസ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ PM ശ്രീ പദ്ധതിയിൽ ഇപ്പോൾ അവർ ഒപ്പുവെച്ചിരിക്കുന്നത്, CPMന്റെ നേതൃത്വം ഒപ്പുവെച്ചിരിക്കുന്നത്, അഥവാ പിണറായി വിജയനും ശിവൻകുട്ടിയും ചേർന്ന് ഒപ്പുവെച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അത് LDFൽ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. LDFൽ ഒരു ഘടകകക്ഷിക്കും അറിയില്ല. മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ CPI മന്ത്രിമാർ എതിർക്കുന്നു. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് രഹസ്യമായി പോയിട്ട് ഈ പറയുന്ന ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നു. എന്ത് ബ്ലാക്ക് മെയിലിംഗ് ആണ് നടന്നത് എന്നാണ് VD സതീശൻ. എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ ഈ പിണറായി വിജയനോട് ചെയ്യുന്നത് വലിയ തരത്തിലുള്ള ക്രൂരതയാണ്. കാരണം പിണറായി വിജയന്റെ അവസ്ഥ അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരപ്പനെ സംബന്ധിച്ചിടത്തോളം, ഒരച്ഛനെ സംബന്ധിച്ചിടത്തോളം, ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മക്കള് ജയിലിലാകുക എന്ന് പറയുന്നത് അയാൾക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. അയാൾക്ക് ഇത്തരത്തിലുള്ള RSSുമായിട്ട് കൂട്ടുകൂടേണ്ടി വരും. അവരുടെ അജണ്ടകൾ നടപ്പിലാക്കേണ്ടി വരും. അവരുമായിട്ട് കൈകൊടുക്കേണ്ടി വരും. അവർക്ക് അനുകൂലമായിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. കൊടകര കുഴൽപ്പണ കേസ് K. സുരേന്ദ്രൻ 1-ാം പ്രതിയാണ്. കള്ളപ്പണമാണ്, ഹവാലയാണ്. എന്നിട്ടും രക്ഷിച്ചു. കേസ് തന്നെ ഇല്ല, കേസ് തന്നെ നിലനിൽക്കുന്നില്ല. മനസ്സിലായില്ലേ എന്തേ ചെയ്യേണ്ടി വന്നത്? അതിനുള്ള പ്രത്യുപകാരം എന്താണ്? പിണറായി വിജയന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? അതാണ് ഇന്നലെ കിട്ടിയത്. മാസപ്പടി കേസ് വീണ്ടും മാറ്റി. കേന്ദ്ര സർക്കാരിനും SFIക്കുമായി അഭിഭാഷകർ ഹാജരായില്ല. ഇന്നലെ ഡൽഹി ഹൈക്കോടതിയിൽ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ, മകൾ വീണ വിജയൻ പ്രതിയായിട്ടുള്ള മാസപ്പടി കേസ് അന്വേഷണം നടത്തുന്നത് SFIയോ. കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ടും SFIക്ക് വേണ്ടിയിട്ടും ഹാജരാകുന്ന അഭിഭാഷകൻ വന്നില്ല. ഏതുപോലെ പിണറായി വിജയന്റെ മേലുള്ള ലാവ്ലിംഗ് കേസ് ഉണ്ടല്ലോ, ആ കേസ് വരുമ്പോ എന്താ? CBIയുടെ അഭിഭാഷകൻ അന്ന് പനിയാണ്. 36 തവണയാ മാറ്റിവെച്ചത്. മീൻസ് കോടതിയിൽ കേസ് പരിഗണിക്കുന്ന അവസരത്തിൽ അഭിഭാഷകൻ ഉണ്ടാവില്ല. ഏത് അഭിഭാഷകനാ? പിണറായി വിജയന് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകനല്ല, മറിച്ച് കേന്ദ്ര സർക്കാരിന് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകൻ വരില്ല. 36 തവണ മാറ്റിവെച്ചു. ഇപ്പോഴത്തെ മകൾക്ക് SFIO കേസില് ഈ പറയുന്ന മകൾക്കെതിരെ കേന്ദ്രത്തിന് വേണ്ടി ഹാജരാവേണ്ട അഭിഭാഷകൻ വന്നില്ല. കേസ് വീണ്ടും മാറ്റിക്കൊണ്ടേയിരിക്കും. മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ല. കാരണം എന്താ? കാരണം RSSനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ മകളെ കുടുക്കലല്ല ലക്ഷ്യം. അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകള് ഈ പറയുന്ന വീണ വിജയൻ ജയിലിൽ പോയി അഴിയണമെന്ന് RSS കരുതുന്നില്ല. അവരാഗ്രഹിക്കുന്നില്ല. അവർക്ക് വേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ്. അവർക്ക് വേണ്ടത് എന്താ? ഇന്ത്യയുടെ ചരിത്രം മാറ്റി എഴുതണം.
മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി എഴുതണം. VD സവർക്കറെ രാഷ്ട്രപിതാവാക്കണം. ഭരണഘടന മാറ്റണം. മനുസ്മൃതിയെ ഇന്ത്യയുടെ ഭരണഘടനയാക്കി മാറ്റണം. അംബേദ്കർ എഴുതി ഉണ്ടാക്കിയ ഭരണഘടന അത് കത്തിച്ചു കളയണം. ഇതാണ് RSSന്റെ ആവശ്യം. അവിടെ കേരളത്തിലല്ലാത്ത ഇന്ത്യയുടെ എല്ലാ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും അവർക്ക് വ്യക്തമായ സ്വാധീനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ സ്വാതന്ത്ര്യം നേടി ഇത്രയും വർഷങ്ങൾ കടന്നു പോയിട്ടും കേരളത്തിന്റെ മണ്ണില് കാലൂന്നാൻ ഇന്ന് വരെ RSSനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ആ സാധിക്കാത്തതിന് ഇനിയുള്ള വഴി എന്താ? ഇനി RSSനെ അങ്ങ് വളർത്തി വലുതാക്കാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല എന്നറിയാം. അപ്പൊ ഇനി ചെയ്യാൻ പോകേണ്ടത് എന്താ? ഇത്തരത്തിൽ അവിഹിതമായിട്ട് പലതും നടപ്പിലാക്കണം. ഇവിടെ രേഖകളിലും ചരിത്രങ്ങളും വളച്ചൊടിക്കണം. പലതും മാറ്റി എഴുതണം. അങ്ങനെ മാറ്റി എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? വരും തലമുറ, ആ തലമുറക്കെങ്കിലും ഇത്തരത്തിലുള്ള തെറ്റായ പച്ച നുണകൾ അവരെ പഠിപ്പിച്ചു വിടണം. എന്നിട്ട് അവരോട് പറയണം ഇതാണ് ചരിത്രമെന്ന് അവരോട് പറഞ്ഞ് പഠിപ്പിക്കണം. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് PM ശ്രീ എന്ന പദ്ധതി തന്നെ. അതിനു വേണ്ടിയിട്ടാണ് നാഷണൽ NEP എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടാക്കിയെടുത്തത് തന്നെ. എല്ലാം RSSന്റെ അജണ്ടകളാണ്. ഈ RSSന്റെ അജണ്ടകൾക്കൊപ്പം നിന്നാൽ മകളെയും മകനെയും പിണറായി വിജയനെയും ആരും തൊടില്ല. കേസുകളൊക്കെ അവിടെ ഉണ്ടാവും, പക്ഷേ കേസുകളൊന്നും മുന്നോട്ട് പോകില്ല. അഭിഭാഷകർ വരില്ല, കേസ് മുന്നോട്ടെടുക്കില്ല. ഇങ്ങനെ കോടതി മാറ്റിക്കൊണ്ടേയിരിക്കും. ഓരോ തവണയും കേസ് പരിഗണനക്കെത്തുമ്പോ അഭിഭാഷകൻ വരില്ല. SFIO കേസിൽ ഇതല്ല നടക്കുന്നത്. 16-ാം തീയതി ഒപ്പിട്ടു, 28-ാം തീയതി SFIO കേസ് പരിഗണിക്കുന്ന അവസരത്തിൽ അഭിഭാഷകൻ വന്നില്ല. ഇതിലും വലുത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മറ്റെന്താ വേണ്ടത്? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പിണറായി വിജയനോട് നമ്മളാരും ഇത്ര വലിയൊരു ക്രൂരത ചെയ്യാൻ പാടില്ല. കാരണം ഒരച്ഛൻ എന്ന രീതിയിൽ ദേശാഭിമാനി പറഞ്ഞില്ലേ, മക്കളുടെ ഭാവി മുൻനിർത്തിയാണ് ഒപ്പിട്ടത് എന്ന്. യെസ്, മക്കളുടെ ഭാവി മുൻനിർത്തി തന്നെയാണ് ഒപ്പിട്ടിരിക്കുന്നത്. മക്കളുടെ ഭാവി മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഒപ്പിട്ടിരിക്കുന്നത്. ആ ഭാവി മുൻനിർത്തിക്കൊണ്ട് ഒപ്പിട്ടതിനുള്ള പ്രതിഫലം പിണറായി വിജയന് ലഭിക്കുന്നുണ്ട്. അതിന്റെ എഫക്റ്റുകൾ പിണറായി വിജയന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഡൽഹി കോടതി പരിഗണിക്കേണ്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും SFIOക്കും വേണ്ടി ഹാജരാവേണ്ട അഭിഭാഷകൻ വന്നില്ല. കോടതി കേസ് മാറ്റിവെക്കുന്നു. അടുത്ത തവണയും ഇതുപോലെ അഭിഭാഷകർ ഹാജരാവില്ല. ഉറപ്പല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലാവ്ലിൻ കേസിൽ CBI അഭിഭാഷകൻ ഹാജരാവാത്തത് കൊണ്ട് മാത്രം 36 തവണയാണ് കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അത് തന്നെയാണ് ഇവിടെ വീണ വിജയന്റെ കേസിലും നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്താണ് ഇതിനുള്ള പ്രതിഫലം? ഇതിന് പിണറായി വിജയൻ തിരിച്ച് ചെയ്തു കൊടുത്തത് എന്താ? ചെയ്തു കൊടുത്തത് PM ശ്രീയിൽ ഒപ്പിട്ടു. കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ RSSന്റെ കാൽ കീഴിൽ കൊണ്ടുപോയി അടിയറവ് വെച്ചു. CPMന്റെ മുഖ്യമന്ത്രി RSSുമായി രഹസ്യ അജണ്ട ഉണ്ടാക്കി. ആ അജണ്ടകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. കേരളത്തിൽ വേരൂന്നാൻ കഴിയാത്ത RSSനെ ഇത്തരത്തിൽ അക്കാഡമിക് തലങ്ങളിൽ വേണ്ട വിധത്തിലുള്ള സ്വാധീനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക വഴി RSSന്റെ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കാൻ പിണറായി വിജയൻ കൂട്ടുനിൽക്കുന്നു. പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രിയല്ല. അയാൾ തൈക്കണ്ടി വീണയുടെയും തൈക്കണ്ടി വിവേകിന്റെയും അപ്പനാണ്. ആ അപ്പൻ എന്ന രീതിയിൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ കൊണ്ടുപോയി RSSന്റെ കാൽ ചുവട്ടിൽ പണയം വെച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇതിപ്പോ ഈ പറയുന്ന PM ശ്രീയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ബന്ധങ്ങളൊന്നുമെന്നല്ല. ഈ അവിഹിത ബന്ധം തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. എസ്പെഷ്യലി ഈ അവിഹിത ബന്ധം തഴച്ചു വളർന്നത് പിണറായി വിജയൻ രണ്ടാമത് മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന അന്നു മുതൽ ഈ ബന്ധം വലിയ അവിഹിത ബന്ധമായി തഴച്ചു വളർന്നിരിക്കുന്നു. ഒരാൾക്കും വേർപെടുത്താൻ കഴിയാത്ത രീതിയിൽ. CPI അല്ല, ഇനി സാക്ഷാൽ MA ബേബിയെ കൊണ്ടുപോലും മുറിച്ചു മാറ്റാൻ കഴിയാത്ത അത്രയധികം അഗാഢമായ ബന്ധമായി ഇത് മാറിയിരിക്കുക. പിണറായി വിജയൻ എന്ത് പറയുന്നു അത് മാത്രം ഇനി അഖിലേന്ത്യാ സെക്രട്ടറി പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? അഖിലേന്ത്യാ സെക്രട്ടറി എന്നോ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി എന്നൊന്നുമില്ല. എല്ലാം പിണറായി വിജയനാണ്. പിണറായി വിജയനാണെങ്കിലോ
ഈ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയോ LDF-ഓ ഗോവിന്ദനോ MA ബേബിയോ ശിവൻകുട്ടിയോ CPI-യോ ബിനോയ് വിശ്വമോ ആരും തന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വിവേകും വീണയും മാത്രമാണ് വിഷയം. അവരെ സംരക്ഷിപ്പിക്കണം. അവർക്കൊരു പോറലേൽക്കാതെ നോക്കേണ്ട ബാധ്യത പിണറായി വിജയനുണ്ട്. അവിടെയും അടിമകൾ മുട്ടിലിഴഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ മുമ്പ് പറയാറില്ലേ നിങ്ങളോട്, എന്താ പറയാറുള്ളത്? പിണറായി വിജയൻ തീട്ടം കൊണ്ടുവന്ന് തൂറിയിട്ട്, രാവിലെ തൂറിയിട്ട് ആ തീട്ടം കൊണ്ടുവന്ന് പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ മുമ്പിൽ വെച്ചു കൊടുത്താല് അതിങ്ങനെ നക്കിയിട്ട് ഈ പറയുന്ന അടിമകൾ പറയും, ആഹാ രുചിയുള്ള ഭക്ഷണം എന്ന് പറയും. അതാണ് അടിമകളുടെ അവസ്ഥ. മനസ്സിലായില്ലേ? പിണറായി വിജയനാണെങ്കിലോ മക്കൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരപ്പനായി മാറിയിരിക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തില് പിണറായി വിജയൻ ഇപ്പോഴാണ് ശരിക്കും ഒരു അപ്പനായത്. ഒരു റിയൽ അപ്പൻ, കമ്മിറ്റ്മെന്റ് ഉള്ള, മക്കളോട് കമ്മിറ്റ്മെന്റ് ഉള്ള, ഭാര്യയോട് കമ്മിറ്റ്മെന്റ് ഉള്ള, കുടുംബത്തോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരപ്പനായിട്ട് ഇപ്പോഴാണ് പിണറായി വിജയൻ മാറിയത്. ഇതിനു മുമ്പൊന്നും ഇത്രയും കമ്മിറ്റ്മെന്റ് പിണറായി വിജയൻ തന്റെ മക്കളോട് കാണിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ അത് കാണിക്കേണ്ടി വരുന്നു. മുമ്പൊക്കെ പാർട്ടിയായിരുന്നു വലുത്, ഇപ്പൊ അതല്ല. ഇപ്പൊ പാർട്ടിയൊക്കെ പിന്നെ മകള് വീണയും മകൻ വിവേകും കഴിഞ്ഞേ ഉള്ളൂ പിണറായി വിജയൻ ഇനി പാർട്ടി. കാരണം പിണറായി വിജയൻ അറിയാം, നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് താഴെ ഇറങ്ങിക്കഴിഞ്ഞാല് ഏത് നിമിഷവും ഇവരെ രണ്ടുപേരെയും പൊക്കി അകത്തിടാനുള്ള ആളുകൾ റെഡിയാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു വെക്കുകയാണ് പിണറായി വിജയൻ. ഈ സക്കറാത്തുൽ മൗത്തില്, ഈ ഭരണത്തിന്റെ സക്കറാത്തുൽ മൗത്തില് ചെയ്യാൻ കഴിയുന്നതൊക്കെ പിണറായി വിജയൻ ചെയ്തു വെക്കുകയാണ്. മക്കളെ സംരക്ഷിക്കണം, മക്കളെ ഒരു പോറൽ പോലും ഏൽക്കരുത്. അതിന് കേരളത്തെ എന്നല്ല, പാർട്ടിയെ എന്നല്ല, ആരെ വേണമെങ്കിലും അടിയറവ് വെക്കാൻ പിണറായി വിജയൻ തയ്യാറാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും നല്ല അപ്പൻ, കേരളം കണ്ട ഏറ്റവും വലിയ രക്ഷിതാവ്, ഏറ്റവും വലിയ അച്ഛൻ അത് പിണറായി വിജയനാ. പിണറായി വിജയനെ കഴിഞ്ഞ് കേരളത്തിൽ മറ്റൊരു പിതാവുള്ളൂ, മറ്റൊരു രക്ഷിതാവുള്ളൂ, മറ്റൊരു അച്ഛനുള്ളൂ.